ചുമ്മാ ചർച്ചയിലിരുന്നുകൊണ്ട് വാത് വെച്ച് ആങ്കറാണ് അതുകൊണ്ട് അങ്ങ് അടിച്ചേൽപ്പിക്കാമെന്ന വ്യാമോഹമൊന്നും ശരിയല്ല. അങ്ങനെ പറഞ്ഞു പോകരുതേ. ഉന്നയിച്ച് കടന്നു പോകരുത്. അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ തിട്ടൂരൊന്നും കേട്ടിരിക്കാനല്ല ഞാൻ. കോൺഗ്രസിൽ ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ടോ? അതിൽ ഒരാൾ ഉള്ളിൽ പോയി മറ്റുള്ളവർ പിറകെ എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. ശരിയാണോ? കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല കഴിഞ്ഞ 10 വർഷക്കാലമായി. അങ്ങനെ ഏതെങ്കിലും ക്രിമിനൽസ് കോൺഗ്രസിൽ മാത്രമല്ല ഏതു പാർട്ടിയിലുണ്ടെങ്കിലും പിടിക്കണം. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന കേസുകളിൽ 10-8 കേസിലും പ്രതി CPMകാരാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സ്ത്രീ വിഷയം എടുത്താലും PT കുഞ്ഞുമുഹമ്മദ് അടക്കമുള്ള ആളുകൾ ക്രിമിനലുകളായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിൻഡിക്കേറ്റുകളെയും കയ്യാമം വയ്ക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ഗവൺമെൻറ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറ്റക്കാരായിട്ടുള്ളവരാരോ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ സമീപനം തന്നെയാണ് മുന്നോട്ടുമുള്ളത്. പിന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ, DYFIക്കൊക്കെ വല്ല നിലപാടുമുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ നിലപാടുണ്ടോ? അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അവരാദ്യം പറയേണ്ടത് ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന സ്ത്രീ പീഡന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതിനിധികളുണ്ടല്ലോ, MLAമാർ കുറേ പേരുണ്ടല്ലോ. ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി എന്നൊക്കെ സ്പീക്കർ പറയുന്നത് കേട്ടു, നല്ല കാര്യമാണ്. അതിന് MLAമാർക്കും MP മാർക്കും ഒക്കെ കേസ് നടക്കുന്നതിന് കോടതിയുണ്ട്. അതുകൊണ്ട് 354ഉം 376ഉം പ്രതിയായി വരുന്ന MLAമാർക്കെല്ലാം കൂടി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു ബെഞ്ച് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അത് പത്തനാപുരത്ത് സെൻറ്റർ ആക്കണോ അതോ മണ്ണാർക്കാട്ട് സെൻറ്റർ ആക്കണോ, കൊല്ലത്ത് സെൻറ്റർ ആക്കണോ, പാലക്കാട് ആക്കണോ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ പിന്തുണയുണ്ടെന്നേ. ശരി 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 അറിയില്ല. പിന്നെ ഈ സ്പെഷ്യൽ കോർട്ട് വരട്ടെ. എന്തിനാ രാജ്യത്ത് ജനാധിപത്യത്തിൻ വഴി ജനങ്ങളുടെ പ്രാതിനിധ്യം വാങ്ങി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ക്രൈം, അതും ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അവരെ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതി വേണമോ? നിങ്ങൾ ഈ നാട്ടുകാരെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നോക്കൂ, ഉത്തരവാദിത്വ ബോധമുള്ള കൃത്യമായ പൊതുജനങ്ങളോടുള്ള താല്പര്യവും അവരോടുള്ള കമ്മിറ്റ്മെന്റുമുള്ള മനുഷ്യരെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നോക്കൂ, ഇപ്പോൾ ഈ 3ാമത്തെ കേസ് വരുന്ന പശ്ചാത്തലത്തിന് തൊട്ട് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങേക്കടക്കം ഇന്ന് ഇവിടെ വന്ന് ഈ നിലയ്ക്കുള്ള നിലപാടെടുക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് പറഞ്ഞത് എന്തൊക്കെയാണ്? ഈ രണ്ടാമത്തെ പരാതി അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇത് ആണ് ഈ ശബ്ദരേഖ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാരാണ്? ഈ തരത്തിൽ കൊടുക്കാവുന്നതിന്റെ പരമാവധി പിന്തുണ കൊടുത്തതിന് ശേഷം എനിക്ക് ആർജവത്തോടെ പറയാൻ കഴിയും, അത് എന്തെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് അപ്പുറത്തേക്ക് VD സതീശൻ കൃത്യമായ നിലപാട് ഇതിലെടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം തരാതരം മാറി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ പിന്തുണയ്ക്കും ഒടുവിൽ നിവൃത്തിയില്ലാതെ കോടതി ജാമ്യാപേക്ഷ അന്നും എടുത്തതെന്താ? കോടതി പറയട്ടെ, എന്തിനാ? അവസാന തീരുമാനമല്ല. ഒരു ജാമ്യത്തിൽ കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നത് അറിഞ്ഞതിന് ശേഷം, പാർട്ടി നിലപാട് എന്നതെടുത്തതിന് ശേഷം ജാമ്യം നിഷേധിച്ച ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അങ്ങനെ പരമാവധി സംരക്ഷിച്ചതിന് ശേഷമാണ് കേരളത്തിന് MLAമാരുടെ ബലാത്സംഗം അടക്കമുള്ള ക്രൂരമായ കുറ്റകൃത്യം വിസ്തരിക്കാൻ വേണ്ടി പ്രത്യേക കോടതി വേണ്ട. അഡ്വക്കേറ്റ് അൽബോസ്, അങ്ങനെയുള്ളവരെയും വേണ്ട. നാളെ മാധു എന്ത് കേസിൽ പ്രതിയാകുമെന്നോ ഈ ചർച്ചയിലിരിക്കുന്നവർ എന്ത് കേസിൽ പ്രതിയാകുമെന്നോ നമുക്ക് പറയാൻ പറ്റുമോ? മുൻകൂട്ടി ധാരണയിലനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ? നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലനായ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ സമര പോരാട്ടങ്ങളിൽ നിൽക്കുന്നു. ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. ജനങ്ങൾ ജയിപ്പിച്ചു. എന്തുകൊണ്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചത്? ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണോ? ആ സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കുമോ? കോൺഗ്രസ്സുകാരോ UDFകാരോ മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിൽ എല്ലാ മണ്ഡലത്തിലും ജയിക്കുമെങ്കിൽ ഞങ്ങൾ 140 സ്ഥലത്തും ജയിക്കണമല്ലോ. അപ്പോൾ അങ്ങനല്ല, ഓരോ സ്ഥാനാർത്ഥികളുടെ പെർഫോമൻസ് കൂടി വലിയ ഘടകമാണ്. അപ്പം പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDFിൻ്റെ കൂട്ടായ പ്രവർത്തനവും സ്ഥാനാർത്ഥിയുടെ മികവും കൂടിയായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും കേസുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വരുന്നു. ആരോപണമാണ്, കേസല്ല. അത് വ്യക്തമായി മനസ്സിലാക്കണം. ചുമ്മാ ചർച്ചയിലിരുന്നുകൊണ്ട് വാത് വെച്ച് ആങ്കറാണ് അതുകൊണ്ട് അങ്ങ് അടിച്ചേൽപ്പിക്കാമെന്ന വ്യാമോഹമൊന്നും ശരിയല്ല. അപ്പം നിലവിലൊരു ആരോപണം ഉയർന്നു വരുന്നു, കേസില്ല, പരാതിക്കാരില്ല. എന്താ ചെയ്തത്? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം വീണ്ടും അത് ഗൗരവമായി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. വീണ്ടും അദ്ദേഹത്തിനെതിരെ പരാതിയും കൂടുതൽ വിവാദങ്ങളും ഉയർന്നു വന്നപ്പോൾ വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA നേരിട്ട് അയോഗ്യനാക്കാൻ ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ?
ഞങ്ങളുടെ പാർട്ടിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വിപ്പ് കൊടുക്കാം. ആ വിപ്പ് പാലിച്ചില്ലെങ്കിൽ, വിപ്പ് ലംഘിച്ചതിന് ഞങ്ങൾക്ക് കേസ് കൊടുക്കാം. അയാളെ അയോഗ്യനാക്കാൻ ഞങ്ങൾക്ക് കോടതിയിലേക്ക് പോകാം. അതാണ് നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പാർട്ടിയിലില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ വിപ്പ് കൊടുക്കുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഇനി അതിൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കോടതിയിലേക്ക് വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 10-70 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമോ ഇല്ലയോ നിങ്ങളത് പരിശോധിക്കുക. ഞങ്ങൾ പാർട്ടിയിൽ ഏതെങ്കിലും പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോ അത് പരിശോധിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാവരും അങ്ങ് വാതുവെച്ച്. തുടക്കത്തിൽ ഒരു പക്ഷേ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഏത് നേതാവും പ്രതികരിച്ചെന്നിരിക്കും. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ പറയാൻ കഴിയും, തുടക്കം മുതൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചിട്ടുള്ള ആളല്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിലടക്കം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയെടുത്ത നടപടിയെ ശ്ലാഘിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്. അതിനെതിരായി നടന്നിട്ടുള്ള എല്ലാ ക്യാമ്പയിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. അന്നും തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇന്നും തള്ളി പറയുന്നു. മനസ്സിലായില്ലേ? എന്നുള്ള നിലയ്ക്കല്ല ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചുള്ളത്. ചക്കയൊന്നും അല്ലല്ലോ, ചക്ക മാങ്ങയൊന്നുമല്ലോ തുന്നിച്ചു നോക്കാൻ. ഇവിടെ ആണ് എന്നുള്ളത് കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഞാനും കൂടി പറഞ്ഞു തീർക്കട്ടെ. അപ്പോ അങ്ങനെ ആ നിലയ്ക്ക് അഡ്വക്കേറ്റ് അൽബോസ്, പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഘടകങ്ങളിലൂടെ വളർന്നു വരുന്ന ഒരാളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകാനുള്ള സമയമെടുക്കണം, ബോധ്യമുണ്ടാകണം. അവിടെ കൊണ്ടുപോയി ഇറക്കുമ്പോൾ ഇവിടെ പാലക്കാട്ടുള്ളവർക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല, തല കുനിക്കേണ്ടി വരില്ല എന്ന ഉറപ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ഉറപ്പുണ്ടാകണം. മിനിമം ഇല്ലാത്ത ഉറപ്പ് കൊടുക്കാൻ പാടില്ലല്ലോ ജനങ്ങൾക്ക് എന്നുണ്ടാകണം എന്നുള്ളതേ പറഞ്ഞുള്ളൂ. പാലക്കാട് സ്വതന്ത്രമായി മത്സരിച്ചാലും ജയിക്കും എന്നുള്ളതാണ് അത്ര അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. പോലീസുകാരോട് അത്തരത്തിൽ പിറുപിറുത്തു എന്നും കേൾക്കുന്നു. ഞാൻ വരാങ്ങിലേക്ക് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, നോക്കൂ, ഇപ്പൊ ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അങ്ങനെ പറഞ്ഞു പോകരുതേ. അല്ല, ഞാനങ്ങനെ ചോദ്യം ചോദിച്ചില്ല. ഞാനും ആരോപണം ഉന്നയിച്ചില്ല. ചോദ്യം ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പി കെ ശശി മാർക്സിസ്റ്റ് പാർട്ടിയുടെ എനിക്ക് രണ്ട് ചോദ്യം ചോദിച്ചു, അങ്ങ് രണ്ട് ഉത്തരം പറഞ്ഞു. അങ്ങയോട് ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചു, അങ്ങ് രണ്ട് ഉത്തരം പറഞ്ഞു. ഞാൻ ഒരാരോപണവും ഉന്നയിച്ചില്ല. പാർട്ടിക്ക് ബോധ്യമുണ്ടാകണമെന്ന് പറഞ്ഞുള്ളൂ. പാർട്ടിക്ക് ബോധ്യമുണ്ടാകണമെന്ന് പറഞ്ഞുള്ളൂ. പി കെ ശശിയുടെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല. പ്രേക്ഷകരോട് സംസാരിക്കാം. ചോദ്യം ചോദിച്ചില്ലെന്നേ. അല്ലല്ല, ഞാൻ അത്തരത്തിൽ തിട്ടൂരം ഞാൻ ഉന്നയിച്ച ആരോപണം എന്താണ്? ഞാൻ ഉന്നയിച്ച ആരോപണം എന്താ? ഇവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ എങ്ങനെ വരണമെന്ന് കൃത്യമായി ഞങ്ങൾക്ക് പരിശോധനകളൊക്കെ തന്നെ നടത്തിയാണ് വരുന്നത്. ഒരാൾ ഒരു കേസിൽ പ്രതിയാകുമ്പോഴാണ് അതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടികൾ ആലോചിക്കുന്നത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് വാഗ്ദാനം നൽകി. നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് വാഗ്ദാനം നൽകുന്നത് ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഞാൻ ഒരു വെല്ലുവിളിയും മുന്നോട്ട് വെച്ചില്ല, ഒരു തിട്ടൂരും പുറപ്പെടുവിച്ചില്ല, ഒരു ചോദ്യവും ചോദിച്ചില്ല. ഞങ്ങളൊക്കെ തലകുനിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് മാതൃകാപരമായ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ്. മാധു, ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഇത്തരം ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടില്ല. മനസ്സിലായിക്കോ? ഒരാരോപണവും വന്നപ്പോഴും ആ സമയത്ത് അങ്ങനെ ഇത് നോക്കൂ, ഇത് അങ്ങൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഞാൻ അതിന് മറുപടി പറയാതെ പോകാൻ പറ്റുമോ? അങ്ങയുടെ രീതിയിലാണെങ്കിൽ ഒരാരോപണവും വന്ന ഉടനെ നടപടി സ്വീകരിച്ചില്ല. ഈ പറയുന്ന രാജി വാങ്ങുക എന്ന് പറയുന്നത് പോലും, പുറത്താക്കുക എന്ന് പറയുന്നത് പോലും ഈ സംഭവം ഉണ്ടായി ഏറെ ശുദ്ധ അസംബന്ധം ചർച്ച ചെയ്യല്ലേ. ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ രാജിവെച്ചില്ലേ? സസ്പെൻഡ് ചെയ്തില്ലേ? അത് നടപടിയല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ പ്രിവിലേജ് ഒക്കെ കോൺഗ്രസ്സുകാർക്ക്, ഞങ്ങൾക്ക് MLA-ക്കാണ് പ്രിവിലേജ്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യം വരുമ്പോഴല്ലേ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിയും. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നോക്കൂ, ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗം A. റഹീം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസിന് പേടിയാണ്. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള, അതായത് KPCC അധ്യക്ഷന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയാണ് രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ എങ്ങനെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ പേടിയാണ് എന്ന്. നോക്കൂ, അങ്ങനെയൊന്നുണ്ടോ? ഈ ക്രൈം സിൻഡിക്കേറ്റിനെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾക്ക് വരെ പേടിയാണോ? PJ കുര്യനൊക്കെ എന്തോ പറഞ്ഞ് ചെവിയിൽ എന്തോ പറഞ്ഞാൽ പിന്നെ തലേ ദിവസം ഞാനില്ല സാർ എന്ന നിലയ്ക്കാണ് തകിടം പറയുന്നത്. മാധു, ഇതിനു മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകരെന്ന് ഞാനിപ്പോൾ ഈ TV-യിൽ കണ്ടു. എനിക്ക് പരിചയമില്ല. ഞാൻ ഇന്നുവരെ ഇവർ മുകേഷിനെതിരെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവരെവിടേക്കോ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അവർ AK ശശീന്ദ്രനെതിരെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. PK ശശിക്കെതിരെയോ P ശശിക്കെതിരെയോ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഗണേഷ് കുമാറിനെതിരെ സംസാരിച്ച് കണ്ടിട്ടില്ല. ഈ വീറും വാശിയൊന്നും ഞങ്ങളാരും കണ്ടില്ല. ഇപ്പോഴും ഞാൻ ഈ ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനോ അദ്ദേഹം ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കുന്നെങ്കിലും അതിന് പിന്തുണ കൊടുക്കുന്ന അടക്കമുള്ള മനോഭാവത്തോടു കൂടി
വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ, അല്ലാതെ പ്രതിയെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ആളല്ല ഞാൻ. അത് വളരെ കൃത്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അതാണ്. പിന്നെ ഇവരാരും അതൊന്നും ചെയ്തിട്ടില്ല. ഇവരാരും തന്നെ ഈ വീറും വാശിയും ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, മുകേഷിനെതിരെ സംസാരിച്ചു എന്ന് ആ സ്നേഹിത പറഞ്ഞല്ലോ, എന്ത് നടപടി സ്വീകരിച്ചു CPM? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ഇന്നൊരു വിദ്വാൻ പറയുന്നത് കേട്ടു, പിന്നെ സ്ത്രീ വിഷയത്തിൽ ഏറ്റവും നന്നായി പ്രതികരിക്കാൻ കഴിയുന്ന ആളാണ് ഗണേഷ് കുമാർ. ഭാര്യ യാമിനി തങ്കച്ചി പറഞ്ഞത് തൊട്ട് മുഴുവൻ കാര്യങ്ങളും ഒരു സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ കൊള്ളകളും നടത്തിയ ഒരു പെൺ ലംബടൻ, അങ്ങനെ തന്നെ ഞാൻ പറയാം, സ്ത്രീ ലംബടൻ മന്ത്രിയായിട്ടിരിക്കുക. അവരിയ്ക്കുന്ന ഗവൺമെൻറ് എവിടെ ഇരിക്കുന്നത്? പിന്നെ പറഞ്ഞു, ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല കുഞ്ഞെ, ആ മാധ്യമപ്രവർത്തകയായ കുഞ്ഞിനോട് ഞാൻ പറയുകയാണ് കേട്ടോ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല കേരളത്തിലെ DGPയെ നിയന്ത്രിക്കുന്നത്. അല്ല, കുഞ്ഞായാലും വലുതായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല പോലീസിനെ നിയന്ത്രിക്കുന്നത്. അല്ല, പറഞ്ഞു തരാം, ഏത് മാധ്യമപ്രവർത്തകയായാലും ഞാൻ പറയാം, കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന KPCC ആണോ? പ്രതികളെ തേടി പോലീസ് പോകുമ്പോൾ അതാത് സമയങ്ങളിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് KPCC ആണോ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? ഒരു ചർച്ചയിൽ വന്ന് വർത്തമാനം പറയുമ്പോൾ ഉത്തരവാദിത്തപൂർവ്വം വർത്തമാനം പറയണ്ടേ? ഇവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന ആളോട് വേറെ പണിക്ക് പോകാൻ പറയുന്നേ, വേറെ പണിക്ക് പോകാൻ പറ. ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ രോഷം അവിടെ കാണട്ടെ. ആ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ പഞ്ചപുക്ഷോടക്കി നിൽക്കുകയാണല്ലോ, ഒരാളുടെ നാവ് പൊങ്ങുന്നില്ലല്ലോ. ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരാൾ കോവിഡ് കാലത്ത് ഈ നാട് വിട്ടു പോയല്ലോ. ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടിയല്ലേ പോയത്, അല്ലേ? ആ പോലീസിൻ്റെ നടപടികളെ നിങ്ങൾ ചലഞ്ച് ചെയ്തോ? ആ പോലീസിൻ്റെ വീഴ്ചകളെ, ആഭ്യന്തരമന്ത്രിയുടെ പരാജയത്തെ, കേരളത്തിൻ്റെ പോലീസിൻ്റെ പരാജയത്തെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പെൺപിടിയനാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോലീസിന് നാണക്കേടാണെന്നേ. ആ പോലീസിൻ്റെ പണി ആരാണ് നിയന്ത്രിക്കേണ്ടത്? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. അയക്കെതിരെ സംസാരിക്കും നിങ്ങൾ. എന്താ നിങ്ങളുടെ നാവ് പൊങ്ങാത്തത്? എന്താണ് നിങ്ങളുടെ നാവ് പൊങ്ങാത്തത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേര് നിങ്ങൾ പരാമർശിച്ചല്ലോ ഇവിടെ. അദ്ദേഹത്തിനെതിരെ പേര് വെക്കാത്ത ഒരു ഊമക്കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് DGPക്ക് കൈമാറാനുള്ള മര്യാദയും ഔചിത്യവും കാണിച്ച രാഷ്ട്രീയ നേതാവാണ് സണ്ണി ജോസഫ്. അത് മറന്ന് വർത്താനം പറയരുത്, മനസ്സിലായില്ലേ?